ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിനെ പറ്റിയാണ്. നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ SQRT, ഈ കാണുന്ന SQRT എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ 3 സൈഡ്സ്, ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മൾ SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തത്. ഇത് സ്ക്വയർ റൂട്ട് കണ്ടെത്താനുള്ള ഒരു ഫംഗ്ഷനാണ്. ഈ SQRT എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വാല്യൂ, എന്തെങ്കിലും നമ്പർ തന്നെ എഴുതാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയബിളിനെ മെൻഷൻ ചെയ്യാം. ഇതുപോലെ വേരിയബിൾ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷൻ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ആ പ്രോഗ്രാമിൽ ഒരു ഇക്വേഷൻ തന്നെയാണ് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തത്. അപ്പം അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് അതിൻ്റെ ഒരു നമ്പർ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നു. എന്നിട്ട് ആ നമ്പറിൻ്റെ ആ വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് കണ്ടെത്തുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അങ്ങനെ സ്ക്വയർ റൂട്ട് കണ്ടെത്താനുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനായിരുന്നു നമ്മൾ ആ പ്രോഗ്രാമിൽ യൂസ് ചെയ്തത്. അങ്ങനെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുവെങ്കിൽ CMath എന്ന് പറയുന്ന ഹെഡർ ഫയലും കൂടി ആഡ് ചെയ്യണം എന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ CMath എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ വേറെയും ഒരുപാട് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം അതിൽ എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിനെ പറ്റി നമുക്ക് ഈ വീഡിയോയിലും അടുത്ത വീഡിയോയിലുമായിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മളെല്ലാവരും പ്രോഗ്രാം എഴുതുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുവെങ്കിൽ നിർബന്ധമായും ഈ CMath എന്ന് പറയുന്ന ഹെഡർ ഫയൽ പ്രോഗ്രാമിൽ ആഡ് ചെയ്തിരിക്കണം. അപ്പം ഈ CMathൽ മെൻഷൻ ചെയ്യുന്ന ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലും അടുത്ത വീഡിയോയിലും പറയുന്നത്. ആദ്യമായിട്ട് ഈ സൈൻ, കോസ്, ടാൻ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒരു നമ്പർ നമ്മൾ സൈൻ എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് മേ ബി ഒരു വേരിയബിൾ നമുക്ക് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു നമ്പർ നമുക്ക് മെൻഷൻ ചെയ്യാം, ഒരു ആംഗിൾ കാണിക്കാനായിട്ട് നമ്പർ റിസീവ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷനും നമുക്ക് മെൻഷൻ ചെയ്യാം. അത് സോൾവ് ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസറിൻ്റെ സൈൻ വാല്യൂ എത്രയാണോ അതാണ് ഈ ഫംഗ്ഷൻ ഔട്ട്പുട്ടായിട്ട് തരുന്നത്. അങ്ങനെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് ഈ സൈന്, കോസ്, ടാൻ എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഡയറക്റ്റായിട്ട് ഇതേ കീവേഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. കോസ് എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് ആ വാല്യൂ നമുക്ക് മെൻഷൻ ചെയ്യാം. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അതിൻ്റെ കോസ് എത്ര, അതിൻ്റെ ആംഗിൾ എത്രയാണോ അതിൻ്റെ വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അങ്ങനെ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. പിന്നെ SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇത് നിങ്ങൾക്കറിയാം, ഒരു വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്താനാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ നാച്ചുറൽ ലോഗ് എത്രയാണെന്ന് കണ്ടെത്താനായിട്ട് ലോഗ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. ബേസ് 10ൻ്റെ ലോഗ് ആണെങ്കിൽ ലോഗ് 10 എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് ആ വാല്യൂ മെൻഷൻ ചെയ്താൽ ബേസ് 10 ലോഗിൻ്റെ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതല്ല, നമുക്കിപ്പം ഒരു നമ്പറിൻ്റെ x⁻y ഫോർമാറ്റിൽ നമുക്കൊരു ഇക്വേഷൻ തരികയാണെങ്കിൽ അതിൻ്റെ വാല്യൂ കണ്ടെത്താനായിട്ട് POW എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് x,y എന്ന് കൊടുത്താൽ അതിൻ്റെ ആൻസർ കിട്ടും. അപ്പം 2⁵, അല്ലെങ്കിൽ 10⁻10, അല്ലെങ്കിൽ 13⁻29 എന്നൊക്കെ പറയുന്ന ഫോർമാറ്റാണ് x⁻y എന്ന് പറയുന്നത്. അപ്പം 17⁻34 എന്നൊക്കെ ഉള്ള ടേംസിൻ്റെ അത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് POV എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് x,y എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ നമ്പർ ഈ എക്സ് എന്ന് പറയുന്ന അതിൻ്റെ സ്ഥാനത്ത് അത് നമ്മൾ ആദ്യമേ എഴുതുന്നു. ഏത് വാല്യൂ ആണോ അതായിരിക്കും കോമയിട്ട് അടുത്ത വേരിയബിളായിട്ട് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ x⁻y ഫോർമാറ്റിലുള്ള നമ്പേഴ്സിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ e⁻x അതിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടതെങ്കിൽ ഈ കീവേഡ് ഉപയോഗിച്ചാൽ മതി. exp എന്ന് എഴുതി എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് എക്സ്, എത്ര e⁻5 ആണോ e⁻6 ആണോ ആ 6 അല്ലെങ്കിൽ 5 എന്ന വാല്യൂ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും വേരിയബിൾ ആണ് നമുക്ക് എഴുതേണ്ടെങ്കിൽ ആ വേരിയബിൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ e⁻x എന്ന് പറയുന്ന അതിൻ്റെ ടൈമിൻ്റെ ആൻസർ കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും നമ്പറിൻ്റെ അബ്സലൂട്ട് വാല്യൂ ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടെങ്കിൽ, അതായത് നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുത്താലും പോസിറ്റീവ് വാല്യൂ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതാണ് അബ്സലൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അബ്സലൂട്ട് വാല്യൂ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടണമെങ്കിൽ FABS അബ്സലൂട്ട്, അതായത് F അബ്സലൂട്ട് എന്ന് പറയുന്ന FABS എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് ആ വേരിയബിളോ അല്ലെങ്കിൽ നമ്പറോ മെൻഷൻ ചെയ്യാം. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഇങ്ങനത്തെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ സാധാരണ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ചെറിയ 1-2 എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഞാൻ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ വർക്കിംഗ്, ഈ ഫംഗ്ഷൻസിൻ്റെ വർക്കിംഗ് കാണിക്കാനായിട്ടുള്ള ഒരു സാമ്പിൾ പ്രോഗ്രാമാണ്. ഇതൊന്നും എക്സാമിന് ചോദിക്കത്തില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു സിമ്പിൾ പ്രോഗ്രാമാണ്.
ഇത് ഞാൻ എഫ് ആപ്സ്, POW, EXP, SQRT എന്നീ ഫംഗ്ഷൻസ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ് CMath എന്ന് പറയുന്ന ഹെഡർ ഫയലും കൂടെ ഞാൻ പ്രോഗ്രാമിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഹെഡർ ഫയൽ ആഡ് ചെയ്യുന്നില്ല എങ്കിൽ ഈ ടേംസ് ഒന്നും അത് റെക്കഗ്നൈസ് ചെയ്യത്തില്ല, കമ്പൈലർ റെക്കഗ്നൈസ് ചെയ്യത്തില്ല, എറർ കാണിക്കും. അപ്പോൾ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ് CMath എന്ന ഹെഡർ ഫയൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഞാൻ എല്ലാ COUT എന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് കൊടുത്തത്. നമ്മൾ ഡയറക്റ്റായിട്ട് ജസ്റ്റ് സാമ്പിളായിട്ട് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ എഫ് ആപ്സ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൻ്റെ അകത്ത് -5 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് +5 ആയിരിക്കും. ഒരു 5 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇവിടെ എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ 4⁻3. അതിൻ്റെ ആൻസറാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് POW എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് 4,3 എന്ന് മാത്രം മെൻഷൻ ചെയ്താൽ മതി. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും 4⁻3 എന്ന് പറയുന്ന ടേമിൻ്റെ വാല്യൂ എത്രയാണോ അതായിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. 64 എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ E⁻5 എന്നതിൻ്റെ വാല്യൂ ആണ് എനിക്ക് കിട്ടേണ്ടത്. അതിന് EXP എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് 5 മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. E⁻5ൻ്റെ വാല്യൂ എത്രയാണോ അതായിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. നമുക്ക് ഈ കിട്ടുന്ന ഔട്ട്പുട്ട് ഡയറക്റ്റായിട്ട് ഔട്ട്പുട്ടിൽ ഡിസ്പ്ലേ ചെയ്തും കാണിക്കാം. COUT എന്ന സ്റ്റേറ്റ്മെൻറ്റിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡയറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്തും കാണിക്കാം. അല്ലെങ്കിൽ ഈ കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഏതെങ്കിലും വേരിയബിളിലോട്ട് സേവ് ചെയ്യുകയും ചെയ്യാം. ഇപ്പം A = EXP ബ്രാക്കറ്റിൻ്റെ അകത്ത് 5 എന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ A എന്ന് പറയുന്ന വേരിയബിളിലോട്ടായിരിക്കും ആ വാല്യൂ സ്റ്റോർ ആവുന്നത്. ഞാനിപ്പോൾ വേരിയബിളിലോട്ടൊന്നും സ്റ്റോർ ചെയ്യില്ല, ഡയറക്റ്റായിട്ട് COUT എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് അങ്ങ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അതുപോലെ സ്ക്വയർ റൂട്ട് 11ൻ്റെ സ്ക്വയർ റൂട്ടാണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ SQRT എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് 11 മെൻഷൻ ചെയ്താൽ മതി. അതിൻ്റെ വാല്യൂ ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ ഓരോ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ കൂടെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. Fmod എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. ഇത് നമ്മൾ എഴുതേണ്ടത് Fmod എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് x, y എന്ന് കൊടുക്കും. സംഭവം എന്തെന്ന് വെച്ചാൽ റിമൈൻഡർ കണ്ടെത്താനുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് ഈ Fmod എന്ന് പറയുന്നത്. നമ്മൾ റിമൈൻഡർ കണ്ടെത്താനായിട്ട് മുമ്പ് ഈ മോഡുലോ ഡിവിഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേറ്റർ പെർസെൻറ്റേജ്, ഈ ഒരു ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചായിരുന്നു. ഇപ്പം 10%3 എന്ന് എഴുതുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അതായത് 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ എത്രയാണോ അതാണ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ 11%3 എന്ന് കൊടുത്താൽ റിമൈൻഡർ 2 എന്ന് കിട്ടും. പക്ഷേ ഈ ഒരു ഫോമാറ്റിൻ്റെ ഈ ഒരു പെർസെൻറ്റേജ് സിമ്പൽ ഉപയോഗിച്ചിട്ടുള്ള റിമൈൻഡർ കണ്ടെത്തുന്നതിൽ ഒരു ഡിഫിക്കൽട്ടി എന്തെന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സും, അതായത് 2 ഓപ്പറൻസും ഇൻറ്റീജർ നമ്പേഴ്സ് തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ പെർസെൻറ്റേജ് സിമ്പൽ ഉപയോഗിച്ച് റിമൈൻഡർ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ 10ഉം 3ഉം 2 ഇൻറ്റീജേഴ്സാണ്, ഇവിടെ 11ഉം 3ഉം 2 ഇൻറ്റീജേഴ്സാണ്. അതേസമയം 11.3% എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, എറർ കാണിക്കും. കാരണം ഇത് ഒരെണ്ണം ഡെസിമൽ വാല്യൂ ആയിപ്പോയി. 2ഉം ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ മാത്രമേ അത് ഈ പെർസെൻറ്റേജ് എന്ന സിമ്പൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് റിമൈൻഡർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം വരുമ്പോഴാണ് നമ്മൾ ഈ Fmod എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. Fmod ആണെങ്കിൽ ജസ്റ്റ് Fmod എന്ന് എഴുതുക, ബ്രാക്കറ്റിൻ്റെ അകത്ത് ആ നമ്പർ ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള നമ്പർ ആണെങ്കിൽ അത് മെൻഷൻ ചെയ്താൽ മതി. കറക്റ്റ് റിമൈൻഡർ എത്രയാണെന്ന് ഇൻക്ലൂഡിങ് ഡെസിമൽ വാല്യൂസ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ 11.3 / 3 എന്ന് വരികയാണെങ്കിൽ റിമൈൻഡർ 2.3 ആണ് വരേണ്ടത്. അത് ഈസി ആയിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യാം. ഈ കിട്ടുന്ന ആൻസറിനെ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തതുപോലെ ഇവിടെ ഡയറക്റ്റായിട്ട് COUT എന്ന സ്റ്റെപ്പിന് നമുക്ക് ഇവിടെ എഴുതാനും സാധിക്കും. ഈ Fmod എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്പർ ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അത് എഴുതി ഡിവൈഡ് ചെയ്യേണ്ട വാല്യൂ എത്രയാണെന്ന് അതും കൂടെ മെൻഷൻ ചെയ്താൽ കറക്റ്റ് റിമൈൻഡർ എത്രയാണെന്ന് ഇൻക്ലൂഡിങ് ഡെസിമൽ വാല്യൂസ് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ റിമൈൻഡർ കണ്ടെത്താനാണ് ഈ Fmod എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടത്. ഈ Fmod എന്ന് എഴുതി x, y എന്ന സിൻടാക്സിലാണ് എഴുതേണ്ടത്. x എന്ന് പറയുന്ന ന്യൂമറേറ്റർ, y എന്ന് പറയുന്ന ഡിനോമിനേറ്റർ ആയിരിക്കും. അതാണ് x/y എന്ന രീതിയിൽ വരുന്ന പോലെ ആയിരിക്കണം x, y എന്ന് നമ്മൾ എഴുതേണ്ടത്. അപ്പം ഇതാണ് Fmod എന്ന് പറയുന്നത്. റിമൈൻഡർ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഇതിലാണെങ്കിൽ ഡെസിമൽ വാല്യൂസ് ഉള്ള നമ്പേഴ്സിനെ, അതായത് ഡെസിമൽ വാല്യൂസ് ഉള്ള ഓപ്പറൻസിനെ നമുക്ക് തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇവിടെ പെർസെൻറ്റേജ് ഉപയോഗിച്ചുള്ള ഈ ഒരു മെത്തേഡിലാണ് റിമൈൻഡർ കണ്ടെത്തുന്നതെങ്കിൽ 2ഉം ഇൻറ്റീജർ നമ്പേഴ്സ് ആയിരിക്കണം, എന്നാൽ മാത്രമേ വർക്ക് ചെയ്യാൻ എന്നാലേ ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ആവത്തുള്ളൂ. Fmod ആണെങ്കിൽ ആ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇതാണ് കുറച്ച് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. ഇനി അടുത്തൊരു വീഡിയോയിലും കൂടെ നമുക്ക് ബാക്കിയുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് 2-3 മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.